ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഒരു 40 ഇഞ്ചിൻ്റെ ഫുൾ HD ടി വി ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ടായി പോകുക. നിങ്ങൾക്ക് ആദ്യം കംപ്ലയിൻ്റ് ഒന്ന് കാണാം. ഇപ്പോൾ ടി വി ഓണാണ്, കുറച്ച് സമയം കഴിഞ്ഞ് അത് റീസ്റ്റാർട്ടാവും. അതായത് ഓഫായി വീണ്ടും ഓണായിട്ട് സോണിയുടെ ലോഗോ കാണിച്ച് വീണ്ടും ഓണായി വരും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പിക്ചർ വരും, വീണ്ടും അതുപോലെ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. സാധാരണ സോണിക്ക് ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരാറുള്ളത് LED ലൈറ്റ് പോകുമ്പോഴാണ് വരാറുള്ളത്. പക്ഷേ അപ്പോൾ അവിടെ താഴെ എറർ കോഡ് ബ്ലിങ്ക്, അതായത് എറർ കാണിക്കാറ് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, ഒരു 6 ടൈം ബ്ലിങ്ക് ചെയ്യും. പക്ഷേ ഇവിടെ അത് കാണിക്കുന്നില്ല. എങ്കിലും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഇയർ അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം LED ലൈറ്റാണ് കംപ്ലയിൻറ്റ് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിലാവേണ്ട ഒരു കാരണം കൂടെ ഉണ്ട്. ഇതിനകത്തുള്ള മേലെ ഭാഗത്തുള്ള LED അത് വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഒരു ഷെയ്ഡ് പോലെ നമുക്ക് കാണാം. നിങ്ങൾ കണ്ട പോലെ ഒരു ഷെയ്ഡ് ഉണ്ട് മേലെ. ബാക്ക് ലൈറ്റ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 80% ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഏകദേശം 2014, 2015 മോഡൽ ടി വിയാണ്. ഏകദേശം ഒരു 8 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം മോഡൽ വെച്ച് നോക്കുമ്പോൾ. ചില കേസിൽ ഇത്തരത്തിൽ LED കംപ്ലയിൻ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ LED ഡ്രൈവ് കംപ്ലയിൻ്റ് ആകുമ്പോഴോ സോണിയിൽ 6 ടൈം അടിക്കാറില്ല, അതായത് എറർ കാണിക്കാറില്ല. അത്തരത്തിലൊരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എറർ കാണിക്കുന്നില്ല. സാധാരണ LED ലൈറ്റ് പോകുമ്പോൾ 6 ടൈം ബ്ലിങ്ക് ചെയ്യും, അതായത് താഴെ ആ റെഡ് ലൈറ്റ് 6 ടൈം അങ്ങനെ റിപ്പീറ്റഡ് ആയി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി LED ലൈറ്റ് പോയതാണ്. പക്ഷേ ഇവിടെ നമുക്ക് അല്ലാതെ തന്നെ ആ മേൽ പോർഷനിലുള്ള മേലെ ഭാഗത്തുള്ള LEDകൾ വർക്ക് ചെയ്യണില്ല. അവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ടിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ടി വി വരുന്നത് പവർ സപ്ലൈ ഇല്ല. ഈ ടി വിയിലേക്ക് അഡാപ്റ്ററാണ് വരിക, 19 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് വരിക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ LED ബാക്ക് ലൈറ്റിലുള്ള ഡ്രൈവ് സെക്ഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ IC ഡ്രൈവ് IC എന്ന് പറയും. ഈ IC കംപ്ലയിൻ്റ് ആകുമ്പോഴും ഇത്തരത്തിൽ 6 ടൈം കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ LED കുറച്ച് വർക്ക് ചെയ്തിട്ട് പോകാറുണ്ട്. ഇവിടെ ടോപ്പ് സൈഡിലായിട്ട് ചെറിയൊരു ലൈറ്റിൻ്റെ ഷെയ്ഡും അതുപോലെ ഒരു വൈറ്റ് സ്പോട്ടും നമ്മൾ കണ്ടു. അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പായിട്ടുണ്ട് LED തന്നെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അഴിക്കാൻ പോകുന്നത് വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓരോ പാട്ടുകളും വളരെ നീറ്റായിട്ട് തന്നെ സോണിയുടെ എല്ലാ ടിവികളും പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് സോണിയുടെ LED ലൈറ്റ് മാറുന്ന വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു സ്പീക്കർ മാറുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ മാറുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് മാറുന്നത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോണിയുടെ വളരെ നല്ലൊരു മോഡൽ, 40 ഇഞ്ചിൻ്റെ നല്ലൊരു മോഡലാണ്. 8 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ടി വി ഇപ്പോൾ വാങ്ങിച്ചിട്ട്. അതിന് ശേഷമാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ സോണിയുടെ ഇപ്പോഴുള്ള ടി വിനേക്കാൾ എന്തുകൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള ടി വി തന്നെയാണിത്. ഇപ്പോൾ വരുന്ന ഓൺലൈനിലൊക്കെ കണ്ടുകൊണ്ടുള്ള പ്ലാസ്റ്റിക് ബോഡി ആയിട്ടുള്ള ടി വി പോലെയല്ല, വളരെ നീറ്റായിട്ട് തന്നെ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ മെറ്റൽസും അതുപോലെ അതിൻ്റെ സ്കെലാർ ബോർഡിനൊക്കെ കവർ ചെയ്യാനുള്ള അലുമിനിയൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്കിത് അഴിച്ച് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് തിരിച്ചും ഫിറ്റ് ചെയ്യാൻ അതുപോലെ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചില ടി വികൾ അത് പറ്റാറില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, പ്ലാസ്റ്റിക് അത് ഇപ്പോഴത്തെ തന്നെ ടി വികൾ വന്ന് ഒട്ടിച്ചൊക്കെ വെക്കാറുണ്ട് സ്കെലാർ ബോർഡ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കറക്റ്റായിട്ട് അത് ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ 14Y എന്ന പറഞ്ഞ പാനലാണ്. 2 കോഫ് വരുന്ന ഫുൾ HD പാനലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും, സോണി അവർക്ക് ഡിസ്പ്ലേ ഇല്ല, അല്ലെങ്കിൽ അവരെന്താണ് സാംസങ്ങിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ LGയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ AUൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നത് തോന്നുമായിരിക്കും. ലോകത്തിൽ തന്നെ വളരെ മിനിമലായിട്ടുള്ള അല്ലെങ്കിൽ കയ്യിലുണ്ടാകുന്ന അത്ര കമ്പനികൾ മാത്രമേ ഡിസ്പ്ലേ ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പല കമ്പനികളും ടി വി ഉപയോഗിക്കുന്നത്. സാംസങ്, LG, അതുപോലെ AU, അങ്ങനെ BOE, അങ്ങനെ കുറച്ച് കമ്പനികളാണ് ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടാണ് മറ്റ് പല കമ്പനികളും ടി വികൾ അസംബിൾ ചെയ്യുന്നത്. ഇംപെക്സ് ആണെങ്കിലും നമ്മളിവിടെ കണ്ടുവരുന്ന ഒരുപാട് ബ്രാൻഡുകളിൽ നമ്മൾ സെയിം ഡിസ്പ്ലേ കാണാൻ പറ്റാറുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് LGയുടെ ഡിസ്പ്ലേ വരുന്ന ടി വികൾ, അതുപോലെ സാംസങ്ങിൻ്റെ വരുന്ന ടി വികൾ. അപ്പോൾ ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത് ആകെ വളരെ കുറച്ച് കമ്പനികൾ, അവരെ നിന്ന് അസംബിൾ ചെയ്തിട്ടാണ് സോണി പോലും ടി വി അസംബിൾ ചെയ്യുന്നത്. ചിലരുടെ ഡൗട്ട്, ചിലർ ചോദിക്കാറുണ്ട് നമ്മളോട്, ഇങ്ങനെ സോണിയിൽ വേറെ ഡിസ്പ്ലേ വരുന്നുണ്ടോ, അതെന്താ സോണിക്ക് ഡിസ്പ്ലേ ഇല്ലെന്നൊക്കെ ഡൗട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബാക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിം കൂടെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, കട്ടിയുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇതിൽ വരുന്ന 40 ഇഞ്ചിൻ്റെ സാംസങ് ഡിസ്പ്ലേ നല്ല ഹാർഡായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഹാർഡാണ്, നല്ല തിക്നെസ് കൂടിയുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കാരണം തന്നെയാണ് ടി വിയുടെ ഡിസ്പ്ലേയുടെ ലൈഫ് കൂടാനുള്ള കാരണം തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞു ഇപ്പോഴുള്ള ഡിസ്പ്ലേ വളരെ തിന്നായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഹാർഡ് പാനലിനേക്കാളും ലൈഫ് കുറവാണ് ഇപ്പോൾ വരുന്ന വളരെ സ്ലിം ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഡിസ്പ്ലേകൾ. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ആ ഒരു ബോഡിക്കകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സേഫായിട്ടാണ്. ഒരു മെറ്റൽസിൻ്റെ 4 ലോക്കുകളുണ്ട്, അതുപോലെ സ്കെലാർ ബോർഡിൻ്റെ ലോക്കുകളുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാനലിൻ്റെ ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും 2 ലോക്കുകളുണ്ട്, മെറ്റലിൻ്റെ ക്ലിപ്പുകളുണ്ട്. അത് ഇത്തരത്തിൽ ട്യൂസർ ഉപയോഗിച്ച് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ മേലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ചിടുമ്പോഴും അതുപോലെ തന്നെ ഇടണം. ഇതിലുപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സാംസങ്ങിൻ്റെ 14Y എന്ന് പറഞ്ഞ പാനലാണ്. നല്ല ലൈഫുള്ളൊരു പാനലാണ്, ഹാർഡായിട്ടുള്ള പാനലാണ്. അതുപോലെ എങ്ങനെ പോയാലും നമുക്കൊരു 10 വർഷം 12 വർഷം മിനിമം ഇത് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ഇപ്പോഴും മറിക്കുന്ന ടി വികളുണ്ട്. ഇപ്പോൾ ഇത് LED ലൈറ്റ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് അഴിക്കേണ്ടത്. അല്ല ഡിസ്പ്ലേയുടെ ഇഷ്യൂ ഇല്ല, ഡിസ്പ്ലേക്ക് യാതൊരു പാടുകളോ ഒന്നുമില്ല. നമ്മൾ ആ വീഡിയോസിൽ കണ്ടതാണ്.
അതുപോലെ ഇതിനകത്ത് ഒരു പാനൽ വയ്ക്കാനുള്ള ഒരു ബീഡിങ് ഇല്ല, റബ്ബറിൻ്റെ ഇത്തരത്തിലുള്ള ചെറിയ ബുഷുകളാണുള്ളത്, നീലയും അതുപോലെ ഗ്രേ കളറായിട്ടുള്ള ബുഷുകളാണുള്ളത്. അപ്പോൾ അതിനകത്താണ് ഈ പാനൽ ഇരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. ചിലത് കുറേ കാലം കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത്തരത്തിൽ എടുക്കുന്നുണ്ട്. ഈ ഒരു റബ്ബറിൻ്റെ പീസുകൾ നമ്മൾ തിരിച്ച് ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വെച്ചില്ല എങ്കിൽ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. അങ്ങനെ ഇരിക്കാതെ വരുമ്പോൾ നമ്മൾ ഫ്രെയിം അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ ക്രാക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് അഴിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ ഇത് തിരിച്ച് നമ്മൾ വെക്കണം. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം LED കാണാം. മൊത്തം 5 LED വരുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ 5, അപ്പുറത്തെ സൈഡിൽ 5, അങ്ങനെ മൊത്തം 10 LED സ്ട്രിപ്പ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മേലത്തെ 6 LED ഒരു ചെറിയൊരു ബോർഡിനകത്തും അതുപോലെ താഴത്തെ 4 LED ചെറിയൊരു ബോർഡിനകത്തും അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. LED നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് അതിൻ്റെ LEDയിൽ പ്ലാസ്റ്റിക് ബോർഡുമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലിപ്പുകളുണ്ട്. അത് നമ്മൾ ഇത്തരത്തിൽ നോസ് പ്ലെയർ ഉപയോഗിച്ച് ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ലോക്കുകളുണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇത്തരത്തിൽ പുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമേ നമുക്ക് ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഷീറ്റ് എടുത്തിട്ട് LED ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചിലർക്ക് തോന്നുന്ന ഒരു ഡൗട്ട്, നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മെറ്റൽ ബോഡി ആയിട്ടുള്ള ടിവികൾക്ക് LEDക്ക് ലൈഫ് കിട്ടുന്നു. പക്ഷേ ഇതിപ്പോൾ 8 വർഷമായിട്ട് പോലും ലൈഫ് ഉണ്ട്, അതായത് മെറ്റൽ ബോഡി അല്ലാത്തതുകൊണ്ട് പോലും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു റീസൺ ഇതാണ്, LED നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം നിന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുന്ന LEDകൾ മുമ്പത്തെ അത്ര ക്വാളിറ്റി ഇല്ലയെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ TVക്ക് എന്തായാലും മിനിമം 8 വർഷത്തോളം ലൈഫ് കിട്ടിയിട്ടുള്ളത്, അത് LED ലൈറ്റിന്. സെൻറ്ററിൽ വരുന്ന ഒരു PCBയിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്ന രീതിയിലാണ്, ചെറിയൊരു ട്രാക്ക് പോലെ അതിനകത്തോട്ട് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ LED ചെക്കർ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ LEDകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും പോയതായിട്ട് നമുക്ക് കാണാനില്ല. പക്ഷേ ഫുൾ ഓൺ എടുക്കുമ്പോൾ, അതായത് നമ്മൾ LED ചെക്കറിൽ ഒരിക്കലും നമുക്ക് LED ഫുൾ ബ്രൈറ്റ്നസ്സിൽ വർക്ക് ചെയ്യില്ല. ജസ്റ്റ് നമുക്ക് വർക്കിംഗ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റും, എത്ര വോൾട്ടേജ് എടുക്കുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ആ കംപ്ലയിൻറ്റ്, മേലത്തെ പോർഷനിലെ LEDകൾ ഒരു ഡാർക്കായിട്ട്, അത് അത്രയും പോർഷൻ ഡാർക്കായിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ചെക്കറിൽ നമുക്ക് ഫുൾ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വർക്കിംഗ് ആണോ എന്ന് മാത്രമേ അറിയാൻ പറ്റില്ല, എങ്കിലും ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ബ്ലൈൻഡായിട്ട് LEDകൾ കംപ്ലീറ്റ് മാറുന്നുണ്ട്, എന്നിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം ഇത് ഉറപ്പായിട്ട് LED പോയത് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ വൈറ്റ് സ്പോട്ടും ആ പിക്ചറിൽ കണ്ടായിരുന്നു. ഇവിടെ ഉപയോഗിക്കുന്നത് മൊത്തം 5 പേരാണ്, അത് ലെഫ്റ്റ് സൈഡിലും 5, റൈറ്റ് സൈഡിലും 5. അതും AB എന്നുള്ള ഒരു നമ്പർ ഉണ്ട്, അതായത് Aയും ഉണ്ട് Bയും ഉണ്ട്. അപ്പോൾ ഒന്ന് A ആണെങ്കിൽ അടുത്തത് വയ്ക്കുന്നത് B ആണ്, അങ്ങനെയാണ് ഒരു സൈഡ് മൊത്തം വയ്ക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡും അതുപോലെ വയ്ക്കുന്നുണ്ട്. അതുപോലെ ഇതെപ്പോഴും നമ്മൾ സോണിയുടെ ഒരു TVയും നമ്മൾ പ്രോപ്പറായിട്ട് LED മാറിയില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, എറർ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ചില TVകളിലൊക്കെ പോയത് മാത്രമേ LED വഴി തൽക്കാലമൊക്കെ വർക്ക് ചെയ്യിക്കാം. പക്ഷേ സോണിക്ക് അത് പറ്റില്ല, കാരണം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും അത് റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ എററോ കാണിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മസ്റ്റായിട്ട് ഫുൾ തന്നെ മാറുന്നുണ്ട്. ചില ആൾക്കാർക്ക് തോന്നി പോയത് മാത്രം മാറിയ പോലെ എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും LEDകൾ മാറുമ്പോൾ ഫുൾ സെറ്റ് തന്നെ മാറണം, ഒരിക്കലും പോയത് മാത്രമായിട്ട് മാറരുത്. ഇവിടെ നമ്മൾ അതിൻ്റെ ഡ്രൈവ് ബോർഡിലേക്ക് അതിൻ്റെ കണക്ഷൻ കൊടുത്ത് LED ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഓണായിട്ട് അപ്പോൾ തന്നെ പോകും. കാരണം സോണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പാനലില്ലെങ്കിൽ പാനലിൻ്റെ എറർ കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് LED വർക്ക് ചെയ്ത് അപ്പോൾ തന്നെ അത് ഓഫായിട്ട് വീണ്ടും 5 ടൈം എററിലോട്ട് പോകും. അത് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് 5 ടൈം എററാണ് സോണി കാണിക്കുക. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയാലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇല്ലെങ്കിലോ എറർ 5 ടൈമാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോയത്. അപ്പോൾ LEDകളെല്ലാം വർക്കിംഗ് ആണ്, നിങ്ങൾ കണ്ടു, ജസ്റ്റ് ഓണായി വന്നു. ഇനി നമ്മൾ അതിൻ്റെ റിഫ്ലക്ടർ ഷീറ്റ് കൂടെ പ്ലേസ് ചെയ്തിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ലോക്ക് കൂടെ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്, ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് LED. ഇനി വരാറുള്ളൊരു LED നമ്മൾ മാറി, അതുപോലെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇഷ്യൂ വരാറുണ്ട് ചില കേസിലൊക്കെ. അതായത് LED ഡ്രൈവ്, ഇതിനകത്ത് ഉണ്ടായിരുന്ന മദർ ബോർഡിൽ ഉണ്ടായിരുന്ന ഡ്രൈവ് സെക്ഷനിൽ വരുന്ന IC ഉണ്ട്, ഡ്രൈവ് IC എന്ന് പറയും. ആ IC കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ ഡ്രൈവ് IC ബന്ധപ്പെട്ട മറ്റു ചില കമ്പോണൻസ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ 6 ടൈം എറർ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഫൈൻഡ് ചെയ്തതിന് ശേഷം അത് സോൾവ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ LED ഇടാറുള്ളത്. പക്ഷേ ഇവിടെ ആൾറെഡി കുറച്ച് സമയം വർക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ട് LED തന്നെയാണ് കംപ്ലയിൻറ്റ്, വേറെ സെക്ഷനൊന്നും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ LED ഡ്രൈവിൻ്റെ LED ഡ്രൈവ് IC പോകുമ്പോഴും നമ്മൾ ഈ കംപ്ലയിൻറ്റുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ LED അഴിച്ച് പുതിയത് ഇടുമ്പോഴും ചിലത് ഇതുപോലെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ LED ഡ്രൈവ് IC കൂടെ ഇതുപോലെ നമ്മൾ മദർ ബോർഡിൽ നിന്ന് മാറി റീപ്ലേസ് ചെയ്യുമ്പോൾ ആ പ്രശ്നം സോൾവ് ആവാറുണ്ട്. അപ്പോൾ ഈ 2 കാരണം കൊണ്ടും ഈ പറഞ്ഞ പോലെ 6 ടൈം എറർ കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആൾറെഡി കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ LED മാറി നോക്കുന്നത്. പിന്നെ LED ചെക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഫുള്ളായിട്ട് പോയത് കാണിക്കുന്നില്ല, പക്ഷേ എങ്കിലും ചെറിയ ലീക്കുകൾ അതിനകത്ത് കാണിച്ചു, ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട് LED ചെക്കറിൽ. ഇവിടെ നമ്മൾ പാനലൊക്കെ പ്ലേസ് ചെയ്ത ആ ഒരു മെറ്റൽ ക്ലിപ്പുകളും മേലെയും അതുപോലെ താഴെയും 2 വെച്ച് മൊത്തം 4 ആ ഒരു ക്ലിപ്പുകൾ ഇടുന്നുണ്ട്. അത് മസ്റ്റായിട്ട് ഇടണം. അത് ആ പാനലിൽ ബോഡിയായിട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവസാനം ഇതിൻ്റെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഈ പാനൽ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ പിക്ചർ എത്രത്തോളം ഡെപ്ത് ഉണ്ട്, എത്രത്തോളം ഹാർഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോണിയുടെ നല്ലൊരു മോഡൽ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വരുന്നതിനേക്കാൾ എന്തുകൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള TV തന്നെയാണ്.
ഇവിടെ നമ്മൾ ടി വി ഇൻവെർട്ടറായി വെച്ചിട്ട് ആ ഒരു LVDS കേബിൾ കണക്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ സെൻസറും കണക്ട് ചെയ്തിട്ട് നമ്മൾ പിക്ചർ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക. കാരണം LVDS കേബിൾ നമ്മൾ വരുന്ന സമയത്ത് പൊടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും മാപ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില എറർ കാണിക്കുക. അതൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ചില ടി വികൾ നമ്മൾ കുറേ വർഷത്തിന് ശേഷം അഴിക്കുന്ന സമയത്ത് LVDS കേബിളിൽ നേരത്തെ പറഞ്ഞതിൽ പൊടിയോ അല്ലെങ്കിൽ ഫംഗസൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഫംഗസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറേസർ ഉപയോഗിച്ചിട്ട് അത് അതിൻ്റെ പിന്നിൻ്റെ ഡയറക്ഷൻ തന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ഗ്രൈൻസോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ചെറിയ പാച്ചസ് ഒക്കെ കാണാറുണ്ട്. വൈറ്റ് പോർഷൻ വരുമ്പോൾ അവിടെ ചെറിയ ഗ്ലിച്ചസ് പോലെയൊക്കെ ചിലത് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതൊന്നും കണ്ടില്ല. പാനലൊക്കെ ഓക്കെയാണ്. നമ്മൾ വേറെ ഒന്നും അഴിച്ചിട്ടില്ല. ആ ഒരു പാനലിൻ്റെ സൈഡ് മാത്രമേ അഴിച്ചുള്ളൂ. അപ്പോൾ അവിടെ ക്ലിയറാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പിക്ചറൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. ഇനി നമ്മൾ ആ സ്കെയിലാർ ബോർഡിനെ കവർ ചെയ്തിട്ടുള്ള ആ അലുമിനിയത്തിൻ്റെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു കവർ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളാണ്, വേറെ ബുദ്ധിമുട്ട് കാരണം കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മൗണ്ടുകളും സ്ക്രൂ ചെയ്യാനുള്ളതെല്ലാം പോർഷൻ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന അസംബ്ലർ ടി വികളേക്കാൾ ഒന്നുകൊണ്ട് വളരെ ഈസിയും അതുപോലെ സേഫായിട്ടൊരു ടി വി തന്നെയാണ് സോണി. അതിൽ യാതൊരു സംശയവുമില്ല. ബിൽഡ് ക്വാളിറ്റിയിൽ ഒന്നുകൂടെ സൂപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ സോണി തന്നെയാണ്. നമ്മളൊരു സർവീസ് കഴിഞ്ഞ് ആ ടി വി റീഫിക്സ് ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റിയിലും ആ ഒരു ഫിനിഷിങ്ങോടും കൂടെ സോണിയുടെ ടി വിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒരുവിധം എല്ലാ ടി വികളും പറ്റാറുണ്ട്. ഇപ്പോൾ വരുന്ന ചില മോഡൽസിൽ മുമ്പത്തെ അത്ര ഒരു ക്വാളിറ്റി കണ്ടുവരാറില്ല. എങ്കിലും സോണിയുടെ ടി വി തന്നെയാണ് ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെയൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ചില ഡിസ്പ്ലേകളിൽ ഈ പറഞ്ഞ പോലെ കംപ്ലയിൻസ് ഒക്കെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ സോണിയുടെ ബിൽഡ് ക്വാളിറ്റി എന്നും കുറച്ച് ബാക്കിയുള്ള ബ്രാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ്. സോണിയോട് മാത്രം ഇത് പറയുന്നതല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ചിലർക്ക് ചിലപ്പോൾ വേറെ ഇതായിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയത് സോണിയുടെ ആ ബിൽഡ് ക്വാളിറ്റി, ആ ഒരു ഈ ഫിറ്റിങ്സൊക്കെ ഒന്നുകൂടെയൊക്കെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പീക്കറും അതുപോലെ അതിനകത്തുണ്ടായിരുന്ന ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതെത്ര ഫിക്സ് ചെയ്യുള്ളൂ. അതിനകത്ത് കാണുന്ന കംപ്ലീറ്റ് ബോഡി നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ സാധനങ്ങളും റീഫിക്സ് ചെയ്യുള്ളൂ. ആ ടേബിൾ മൗണ്ട് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു മെറ്റൽ അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് കൂടെ നമ്മൾ ഇത്തരത്തിൽ ബോഡിയായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോണിയുടെ ഒട്ടുമിക്ക ടി വികളിലും വരുന്നത് പവർ സപ്ലൈ ആണ്, എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. അത് അഡാപ്റ്റർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഈ അഡാപ്റ്റർ പോയാലും വലിയ നിസ്സാര പൈസയ്ക്ക് അഡാപ്റ്റർ മാറിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് പവർ സപ്ലൈ ബോർഡ് ആണെങ്കിൽ നമുക്ക് ഒരാളുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ അത് റിപ്പയർ ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇവിടെ അഡാപ്റ്റർ ടി വികൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതാണ് പോയതെങ്കിൽ നമുക്കത് മാറി നോക്കി നമുക്ക് തന്നെ സ്വന്തമായിട്ട് മാറി നോക്കാം. ഇവിടെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബാക്ക് കവറും പ്ലേസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ടി വിയിൽ ഇന്നതാണ് കംപ്ലയിൻറ്റ് പറയുമ്പോൾ ആ മോഡൽ കൂടെ ഒന്ന് ഇടാൻ ശ്രമിക്കുക. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്താണ് കംപ്ലയിൻറ്റ്, ഏതാണ് മോഡലിന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പിക്ചറിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഫുൾ HD ആണ്, 40 ഇഞ്ചാണ്. ഇപ്പോഴത്തെ പല പ്രമുഖ ബ്രാൻഡുകളുടെയും 43 ഇഞ്ചിൻ്റെ 4K പോലെ ഇത്തരത്തിൽ ക്ലാരിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് VA പാനലൊക്കെ വരുന്ന വില കുറഞ്ഞ ടി വികളിൽ അല്ലെങ്കിൽ 1 ഇയറൊക്കെ വാറണ്ടിയുള്ള ഓൺലൈൻ ടി വികൾക്ക് പോലും ഇത്ര ക്ലാരിറ്റി നിങ്ങൾ കണ്ടു കാണില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതിനകത്ത് ഇത്ര ക്ലാരിറ്റി എന്ന് വെച്ചാൽ ആ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേയും ആ ഒരു മദർ ബോർഡിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ബാക്ക് ലൈറ്റും. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ടി വി ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ആയിട്ടെങ്കിൽ ഉറപ്പായിട്ടും നന്നാക്കി തന്നെ യൂസ് ചെയ്യുക, അതൊരിക്കലും ഒഴിവാക്കരുത്. കാരണം നല്ലൊരു ടി വിയാണ്, എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു ടി വി തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊരിക്കലും കേടായിട്ടുണ്ടെങ്കിൽ മാറ്റി വേറെ ടി വി വാങ്ങാനിരിക്കുക. നിങ്ങൾക്ക് ടി വി വാങ്ങിക്കാം, പക്ഷേ ഇത് നന്നാക്കി തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാവും. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.